നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹ 7 ആയത്താണ്. അത് 7 എന്ന എണ്ണം വെച്ചുകൊണ്ട് ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു വലിയൊരു ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് 7, നരകത്തിന്റെ വാതിൽ 7. അതുകൊണ്ട് നരകത്തിന്റെ വാതിൽ നമുക്ക് നേരെ തുറക്കപ്പെടരുതേ എന്ന് ഉറപ്പിക്കാൻ നിനക്ക് സാധിക്കണോ, ഫാത്തിഹ കൂടുതൽ ഓതുക. ഈ 7 കൊണ്ട് ആ 7നെ കാത്തോ മുഹമ്മദ് മുസ്തഫ. നമ്മളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയും, ഒരു ദിവസം നമ്മൾ എത്ര ഫാത്തിഹ ഓതുന്നുണ്ട്? അങ്ങനെ ഫാത്തിഹ കൊണ്ട് എനിക്ക് രക്ഷപ്പെടാം എന്ന നിയ്യത്തിൽ നമ്മളൊരു ഫാത്തിഹ ഓതുന്നുണ്ടോ? ഫാത്തിഹന്റെ ഒരു ശ്രേഷ്ഠത അള്ളാഹ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ടോ? ഫാത്തിഹ ഓതാത്തയില്ല. ഫാത്തിഹക്കൊരു പേരന്നുണ്ട്, സൂറത്തു സ്വലാത്ത്. ഖസംതു സ്വലാത്ത ബൈനി വ ബൈന അബ്ദി. ആ സൂറത്തിന് തന്നെ ഒരു പേരുണ്ട്, എന്ത്? സൂറത്തു സ്വലാത്ത്. നിസ്കാരം എന്നൊരു പേര് ഏതിനുണ്ട്? ഫാത്തിഹക്കുണ്ട്. ഏതൊരു നിസ്കാരം ഉണ്ടെങ്കിലും അതിൽ ഫാത്തിഹ. നിസ്കാരാണ് നരകത്തെ കാക്കണ ഏറ്റവും വലിയ അമല്. ആ അമലിൽ ഫാത്തിഹ ഇല്ലാത്ത ഒരു നിസ്കാരമില്ല, അല്ലേ? ഫാത്തിഹ 7 ആയത്താണ്. മഹാന്മാരൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, ഹദീസുകൾ നിരവധി കാണും. ഇത് 7, അത് 7. നമുക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് അതാ, നരകത്തിന്റെ 7 വാതിലാണ്. പല ഇബാദത്തുകൾ നോക്കിയാൽ നമുക്ക് 7 കാണും. തവാഫ് 7 ആണ്, സഅയ് 7 ആണ്, കല്ലെറിയുന്നത് 7 ആണ്, അല്ലേ? 7 ആഴ്ചക്ക് 7 ദിവസങ്ങളാണ്. നരകത്തിന്റെ വാതിൽ 7 ആണ്. ഒരു ദിവസം നമ്മൾ അന്നത്തെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ഓർക്കണം, ഇന്ന് നരകത്തിന്റെ 7 വാതിൽ എന്നിലേക്ക് തുറക്കപ്പെട്ടോ അതല്ല അടക്കപ്പെട്ടോ. ഇന്നത്തെ ഒരു ദിവസം 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് നേരെ നരകത്തിന്റെ 7ൽ ഏഴെങ്കിലും ഒരു വാതിലോ 7 വാതിലും എനിക്ക് നേരെ തുറക്കപ്പെട്ടോ അതല്ല അടക്കപ്പെട്ടോ. അടക്കപ്പെട്ടു എന്നാണെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യണം. എത്ര ഫാത്തിഹ ഓതിയിട്ടുണ്ട്? അതാണ് നമ്മുടെ ആലിമീങ്ങൾ നോക്കുക. നിങ്ങൾ പുരാപ്പളം കെട്ട് ഇറങ്ങാണ്, അൽ ഫാത്തിഹ. പുരാപ്പളണ്ട് കയറുകയാണ്, അൽ ഫാത്തിഹ. ഒരു കച്ചവടം തുടങ്ങുകയാണ്, അൽ ഫാത്തിഹ. ഒരു വിഷയം തീരുമാനിക്കുകയാണ്, അൽ ഫാത്തിഹ. ഒരു കച്ചവടം ഉറപ്പിക്കുകയാണ്, അൽ ഫാത്തിഹ. എന്തുകൊണ്ട്? ഈ ചെയ്യാൻ പോണ സംഗതി കൊണ്ട് നരകവാതിൽ തുറക്കല്ലേ പടച്ചോനെ. ഈ കച്ചവടം ഞാൻ ചെയ്യണത് കൊണ്ട് നരകവാതിൽ തുറക്കല്ലേ പടച്ചോനെ. ഈ കല്യാണത്തിന്റെ ബന്ധം എനിക്ക് നരകം തുറക്കാൻ കാരണമാക്കല്ലേ പടച്ചോനെ, അല്ലേ? കല്യാണം കൊണ്ട് നന്നായ എത്ര പേരുണ്ട്? കല്യാണം കൊണ്ട് കേടുവന്ന എത്ര പേരുണ്ട്? ആ പെണ്ണ് ആ വീട്ടിൽ വന്ന ശേഷം ആ കുടുംബം തന്നെ വല്ലാതെ മാറി നന്മയിലേക്ക്, ആ കുടുംബം തന്നെ വല്ലാതെ മാറി വഹാബിയത്തിലേക്ക്, ആ കുടുംബം തന്നെ മാറി നിരീശ്വരവാദത്തിലേക്ക്, അല്ലേ? അപ്പൊ ഏതിന്റെയും അവിടെ ഒരു ഫാത്തിഹ. നമ്മുടെ ആലിമീങ്ങൾ അപ്പൊ ഒരു ഫാത്തിഹ പറയും അവിടെ, അൽ ഫാത്തിഹ. എന്താണ്? നരകത്തിന്റെ വാതിൽ 7, ഫാത്തിഹയുടെ ആയത്തുകൾ 7. ഈ 7ന്റെ വർധനവ്. അപ്പൊ ഈ കൂടിയിരിക്കുന്ന ആളുകളോടൊക്കെ ഞാൻ എന്നോടടക്കം ചോദിച്ചു. എന്താണ് ചോദിച്ചത്? പരിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളിൽ ഏതെങ്കിലും ഒന്നിന്റെ കൂടെ നമ്മൾ നിൽക്കുന്നുണ്ടോ? അയാൾ അധികമായി ഫാത്തിഹ ഓതുന്ന ആളാണ്. നമ്മളെ ഫാത്തിഹ തുടങ്ങുന്നത് എങ്ങനെ? നമ്മളൊരു വിഷയത്തിലേക്കാണ് കടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നല്ലൊരു ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങാൻ ഒന്ന് കുപ്പിളിച്ചിട്ട് ഒരുങ്ങിയാൽ മതി, അല്ലേ? ഒന്ന് കുപ്പിളിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്, അല്ലേ? ഇപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഒന്നും കുപ്പിളിക്കാതെ ഭക്ഷണം കഴിച്ചാൽ വലിയ വിഷമാണ്. പഴമക്കാർ പറയും, രാവിലെ എഴുന്നേറ്റിട്ട് ഒരു 2 ബറ്റ് വായിലിട്ടിട്ട് ആ വായിലിങ്ങനെ ആ ബറ്റിട്ടിട്ട് അതിങ്ങനെ തുപ്പിക്കൊടുത്തിട്ട് കോഴിക്കുട്ടി കഴിക്കാണിച്ചാൽ ആ കോഴിക്കുട്ടി ചത്തുപോകുന്നു. കാരണം രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അത്രയധികം വായ വൃത്തികേടായിട്ടുണ്ട്, വിഷാംശങ്ങൾ നിറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പൊ നമ്മളതൊന്ന് വൃത്തിയാക്കണം. എന്നിട്ടാണ് എന്താക്കല്? ഭക്ഷണത്തിന് ഒരുങ്ങൽ. എന്ന പോലെ വിശുദ്ധ ഖുർആനിലെ ഫാത്തിഹക്കാണ് പ്രവേശിക്കുമ്പോൾ ഒന്ന് വായു കഴുകണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അതൊരു വായു ശുദ്ധീകരിക്കലാണ്. എങ്ങനെ ശുദ്ധീകരിക്കല്? പക്ഷെ നമ്മളിത് ഓതുമ്പോ ഈ വക വിചാരമൊന്നും നമുക്ക് അതിലെ, അല്ലേ? നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അർജന്റ് ദിക്ർ സുബ്ഹാൻ 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 സുബ്ഹാൻ. ഇപ്പൊ എത്രനായി? എത്രനായി? നമ്മൾ ഒന്നിലും ഏത് കരുതണില്ല. ഒരു മനസ്സിന്റെ അഊദുവിന്റെ കുറവല്ല, ബിസ്മിന്റെ കുറവല്ല, നമ്മളെ നിയ്യത്തിന്റെ കുറവാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ പള്ളിക്കത്തെ മൊല്ലാക്കാൻ്റെ ഒരു ഫോണ് വന്ന് പെരീക്ക്, നാളെ ഉസ്താദിന്റെ ചെലവ് നിങ്ങൾ അവിടെയാണ്. പടച്ചോനെ, ഇതുവരെ മൊല്ലാക്ക പറയാൻ മറന്നതാണ്. രാവിലെ ഇപ്പൊ ചെലവ് മുടക്കാനോട്ട് വെച്ചാൽ അപ്പൊ എന്ത് ചെയ്തു? രാവിലെ എഴുന്നേറ്റ് എന്തായി? ഒതു കൊടുത്ത് നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോൾ പടച്ചോനെ, മൂല്യാർ ചെലവാളെന്ന്
അല്ലാഹു അക്ബർ. വജ്ജഹ്തു വജിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്. പടച്ചോനെ, ഉസ്താദിൻ്റെ ചിലവുള്ള റബ്ബേ, എന്താ ഇപ്പം ഇന്നത്തെ മട്ടാകുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 3 മൂല്യന്മാരാണോ ഇന്നിപ്പോൾ ഭക്ഷണത്തിനുള്ളതെന്ന് ആരാണോ എന്ന് അതും അറിയില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. മുഫത്തിഷ് ഉണ്ടാവുകയല്ലേ എന്ന് അതും അറിയില്ല. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. കഴിഞ്ഞ മൂല്യർക്ക് മീൻ പറ്റൂലേ, ഇയ്യാക്ക് എന്ത് കട്ടക്കാലാ പറ്റാത്തതെന്ന് അതും അറിയില്ല. അങ്ങനെ ഇതിങ്ങനെ അത് മൂല്യാർ ചിലവ് ഇങ്ങനെ ആലോചിച്ചാൽ ഫാത്തിഹ ഇങ്ങനെ ഓതിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെയാണ് പിന്നെ പറഞ്ഞത് ഇന്നത്തെ നിസ്കാരം മൂല്യാർ ചിലവായി പോയി. അപ്പം നമുക്ക് ഓരോന്നും നിസ്കരിക്കുമ്പോൾ നമ്മൾ ഏതാണ്, നമ്മളെ ഇബാദത്ത് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സ് വേറെ എവിടെയെങ്കിലുമാണ്. അവത് എന്ന് പറഞ്ഞാൽ അറബിയിൽ എന്താണെന്ന് നിങ്ങൾ ഈ എല്ലുമ ചിറ്റി നിൽക്കണ ഇറച്ചിക്കാണ് അവത് എന്ന് പറയാം. എല്ലും അങ്ങനെ ചിറ്റി നിൽക്കണ ഇറച്ചി ഉണ്ടല്ലോ, അല്ലാഹു റബ്ബി, അത് കിട്ടണമെങ്കിൽ എന്ത് വേണം, കടിച്ചു വലിച്ചെങ്കിൽ തന്നെ കിട്ടുള്ളൂ. അങ്ങനത്തെ അവത് എന്ന് പറയും. അപ്പം നമ്മൾ എന്താകണം, അഊദു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിനോട് ഒട്ടി നിൽക്കുന്നു. അൽസിക്കൂന്ന് എഴുതി കാണും കിതാബ്. അഊദു ബില്ലാഹ്, അള്ളാഹുവിനോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു. അഊദു ബില്ലാഹ്, അള്ളാഹുവിനോട് ഞാൻ അഭയം പ്രാപിക്കുന്നു. അപ്പം അള്ളാഹുവിലേക്ക് അഭയം പ്രാപിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ഒട്ടി നിൽക്കുക, നമ്മൾ അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കുക, നമ്മൾ അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കുക. ആ അടുക്കലും എങ്ങനെയായിരിക്കണം? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ അഊദു ബില്ലാഹ്, അള്ളാഹുവിലേക്ക് ഞാൻ അഭയം പ്രാപിക്കുന്നു മിനശ് ശൈത്വാനിർ റജീം. അപ്പം നമ്മൾ അഊദാണ് ഓതുന്നതോട് കൂടെ അതൊരു കുപ്പിളിക്കല. എന്നിട്ട് എന്ത് ചെയ്യാണ്, ബിസ്മിക്കാണ് കടക്കാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് 19 ഹർഫാണ്. ബിസ്മില്ലാഹി എത്ര ഹർഫാണ്? 19 ഹർഫാണ്. നരകത്തിന്റെ പാറാവുകാരായ മലായിക്കത്തിന്റെ എണ്ണം അത് 19ആണ്. നരകത്തിന്റെ പാറാവുകാരി എത്രയാണ്? 19ആണ്. ഈ 19 കൊണ്ട് ആ 19നെ കാത്തോ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ഓർക്കുക, എത്ര ബിസ്മി നമുക്കൊരു ദിവസം ചൊല്ലാറുണ്ട്? ബിസ്മി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞോ? ഒരു ആയത്തിനെ മുറുകെ പിടിക്കുക, അല്ലെങ്കിൽ ഒരു സൂറത്തിനെ മുറുകെ പിടിക്കുക. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരു സൂറത്തിനെയോ ഒരു ആയത്തിനെയോ നമ്മൾ മുറുകെ പിടിക്കുക. അൽഹംദുലില്ലാഹ്, സയ്യിദന്മാരും ആലിമീങ്ങളും ഒക്കെ നമ്മുടെ ഈ സഭയുടെ വല്ലാത്ത ഒരു സന്തോഷം. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട മുത്തനൂർ തങ്ങൾ പാപ്പ, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട അതിഥി ബഹുമാനപ്പെട്ട റഈസുൽ ഉലമാ സുലൈമാ ഉസ്താദ്. അല്ലാഹുവേ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മൾ രണ്ടാൽ ഒരു മുറുകെ പിടിക്കൽ. നാളെ ആഖിറത്തിൽ നമുക്കൊരു സാക്ഷി പറയാൻ ഒരായത്തിനെയോ ഒരു സൂറത്തിനെയോ നമ്മൾ മുറുകെ പിടിക്കണ്ടേ. ഫാത്തിഹ 7 ആയത്ത് നരകത്തിന്റെ 7 വാതിലുകളും അടക്കപ്പെടും, ഇല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ ഖുർആനില്, ആ തൗറാത്തില്, ഇഞ്ചീലില്, സബൂറില് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്ന ഏതൊക്കെ അള്ളാഹുവിന്റെ കലാമുണ്ടോ ആ കലാമുകളിലെല്ലാം ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? അത് ഫാത്തിഹ. അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം രാജവചനമാണ്. ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിസ്മി മുറുകെ പിടിക്കുന്നതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു. ഒരു ആയത്ത് അതല്ലെങ്കിൽ ഒരു സൂറത്ത് നമുക്ക് ആഖിറത്തിൽ നമുക്ക് സാക്ഷി പറയാൻ വേണ്ടേ? ആ സാക്ഷി പറയാൻ വേണ്ടി പിടിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മർഫൂഅൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബാക്കൾക്ക്. എന്താണ് ആ കഥ? ഒരിക്കൽ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം ഒരു വഴിക്ക് ഇങ്ങനെ യാത്ര ചെയ്തു പോവുകയാണ്. ഈസാ നബി യാത്ര ചെയ്തുകൊണ്ട് പോകുന്ന മധ്യേ ഒരു ഖബറിന്റെ അടുത്തെത്തി. ആ ഖബറിന്റെ അടുത്തെത്തിയപ്പോൾ അൽഹംദുലില്ലാഹ് നാം പ്രതീക്ഷിക്കുന്ന എല്ലാ മഹാന്മാരും ഈ സദസ്സിന്റെ ഒരു ബർക്കത്തിന് അൽഹംദുലില്ലാഹ്, സയ്യിദന്മാര്, ആലിമീങ്ങൾ, നാട്ടിലെ കാരണവന്മാർ, അൽഹംദുലില്ലാഹ്. നമ്മുടെ പ്രിയങ്കരനായ അഹ്സനി ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ സഈന്റെ സന്തോഷം നമ്മളൊക്കെ അംഗീകരിക്കുന്നു എന്നതിൻ്റെ ഒരു ഫലമാണ് ഈ കാണുന്നത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറയട്ടെ, ഈസാ നബി അലൈഹിസ്സലാം ഒരു വഴിക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു ഖബറിന്റെ അടുത്തെത്തി. സ്വാഭാവികമായും ആ ഖബറിന്റെ അടുത്ത് ഒരു സലാം പറയാൻ വേണ്ടി നിന്നപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ ഖബറിലേക്ക് നോക്കി. അമ്പിയാക്കളെ കാഴ്ചക്ക് മുകളിൽ നിന്ന് നോക്കിയാലും മതി, നമ്മളെ അന്തംഗമ്മികളല്ലല്ലോ പോര്. ഓൽക്ക് എന്ത് മതി? മുകളിൽ നിന്ന് നോക്കിയാൽ തന്നെ അടിയിക്ക് കാണും. ഇപ്പം നമ്മളെ ചില ആൾക്കാരുണ്ട്, അതൊക്കെ കാണുമോ?
ഏതെല്ലാം ജീവികൾ കാണും. എൻ്റെ വീട്ടിൻ്റെ ആ 3 സ്റ്റെപ്പാണ് കയറുന്ന കൊടുത്ത്. താഴെ സ്റ്റെപ്പ് കൊണ്ട് ഒരു കോഴി ഇങ്ങനെ നിൽക്കണം. കോഴി അവിടെ നിൽക്കണീനടക്കാ തെങ്ങും കുജിക്ക് ഇങ്ങനെ നോക്കി കോഴി ഒന്നിങ്ങനെ നോക്കിയിട്ട് ഒന്നിങ്ങനെ ഡാൻസ് എടുത്തിട്ട് കോഴി ഇങ്ങനെ ഒറ്റ ഓട്ടം കോഴി ഓടിയാണ് പോയിട്ട് കോഴി ഒരു കൃത്യമായ പോയിന്റിൽ കാലുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ണോട് നീക്കിയിട്ട് ഒരു പൂയാരെടുത്തിങ്ങാണ്ട് കോഴി ഇങ്ങനെ കൊത്തി തിന്നൽ തുടങ്ങി. അടിയിൽ കൂടെ പൂയാര പോകണ്ടെന്ന് കോഴി ഇവിടുന്ന് കണ്ടോ കണ്ടില്ലേ? കോഴിക്കളെ കൂട്ടത്തിൽ ഒറ്റ ഹാബികളും ഇല്ല. അപ്പോൾ അതാ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. കഴിവുകൾ അല്ലാഹു തആല കൊടുത്തത് പല ജീവികൾക്കും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓൽക്കറിയാം. മണ്ണിൻ്റെ അടിയിൽ കൂടെ പോണത് കോഴി തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം ആ ഖബറിൻ്റെ അടുത്ത് നിന്നിട്ട് ഖബറിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഖബറിൽ കിടക്കുന്ന ആൾ ഒറ്റക്ക് കിടന്നിട്ട് അദാബ് അനുഭവിക്കുക. ആ ഖബറിൻ്റെ ഒരു വല്ലാത്ത അവസ്ഥ അത് കണ്ടു ഈസാ നബി അലൈഹി സ്വലാം പെട്ടെന്ന് ബേജാറായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ യാത്ര തുടർന്നു. യാത്ര തുടർന്ന് ആവശ്യം എവിടെയാണോ ആ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം പൂർത്തിയായി ഈസാ നബി അലൈഹി സ്വലാം തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ നമ്മൾ പഠിക്കണം. ഈസാ നബി അലൈഹി സ്വലാം തിരിച്ചു വരുമ്പോൾ വീണ്ടും ആ ഖബറുള്ള സ്ഥലത്തെത്തി. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം ആ ഖബറിൻ്റെ അടുത്തെത്തിയപ്പോൾ ഇവിടെയുള്ള ഖബർ, ആ ഖബറിൻ്റെ അടുത്തെത്തിയപ്പം വീണ്ടും ആ ഖബറിലേക്ക് ഒന്ന് നോക്കി. അപ്പോൾ ഒരു അത്ഭുതം നമ്മൾ പഠിക്കണം കേട്ടോ ദീനിനെ. ഒരു വല്ലാത്ത അത്ഭുതം എന്താണ് കാണുന്നത്? ഈസാ നബി അലൈഹി സ്വലാം ആ ഖബറിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഖബറിൽ കിടക്കുന്ന ആള് നല്ലൊരു പുതപ്പൊക്കെ പുതച്ചിട്ട് ചിരിച്ചിങ്ങനെ കിടക്കുകയാണ്. അടച്ചോനെ റബ്ബേ, ഈസാ നബി നിങ്ങൾ നോക്കി, ഇതിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കണ്ട ഖബർ തന്നെ അല്ലേ? ഖബറും അടയാളമൊക്കെ അതന്നെ. അങ്ങോട്ട് പോകുമ്പോൾ ഖബറിലെ അദാബാണ്, ഇങ്ങോട്ട് വരുമ്പോൾ ആ ഖബറിൽ കിടക്കുന്ന ആള് ചിരിച്ച് കിടക്കാണ്. ഖബറിനെ പറ്റി റസൂലുള്ള പറഞ്ഞത് എന്താ? ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്ന വ ഇമ്മാ ഹുഫറത്തും മിൻ ഹുഫരിൻ നീറാൻ. ഒരു പക്ഷേ ഖബർ എന്താണ്? ഒരു സ്വർഗ്ഗത്തോപ്പാണ്, അതല്ലെങ്കിൽ നരകക്കുണ്ടാണ്. അങ്ങോട്ട് പോകുമ്പോൾ ഖബർ കണ്ടത് നരകക്കുണ്ടായിട്ടാണ്. ഇങ്ങോട്ട് വരുമ്പോൾ എങ്ങനെ കാണുന്നത്? പുഞ്ചിരിച്ചിങ്ങനെ കിടക്കാണ്. അപ്പൊ ഈസാ നബി ഉടനെ, അള്ളാഹുവിന്റെ റസൂലാണ് ഈ കഥ പറയുന്നത് കേട്ടോ, അല്ലാഹു റബ്ബി. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാം ഉടനെ ചോദിക്കുന്നുണ്ട്, പടച്ചവനെ ഇതെന്തൊരു അത്ഭുതമാണ്. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇയാൾ ഖബറിലെ അദാബ് അനുഭവിക്കാണ്, ഇപ്പൊ ഇയാൾ കിടക്കുന്നത് സന്തോഷത്തിൽ, ഇതെന്തൊരു അത്ഭുതമാണ്. അത് ചോദിക്കുമ്പോൾ അല്ലാഹു തആല പറയുന്നുണ്ട്, ഓ ഈസാ, നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ അദ്ദേഹത്തെ കണ്ടത്, ആ മരിച്ചു കിടക്കുന്ന ആളെ കണ്ടത് അയാൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണ് കണ്ടത്. അയാൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണ് കണ്ടത്. അപ്പൊ ഈസാ നബി ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എങ്ങനെയാ നന്നായത്? ഖബറിൽ തൗബുണ്ടോ? ഖബറിൽ തൗബ ഉണ്ടെങ്കിൽ അസിയെ വല്ല ബുദ്ധിമുട്ടുണ്ട് നമുക്ക്. അവിടെ തൗബയും ചെയ്ത് അങ്ങനെ കടന്നാൽ പോരെ. ഹജ്ജും ഇല്ല, ഉംറയില്ല, കച്ചവടമില്ല, ഇല്ല, ബാക്കിയുള്ളതുമില്ല, ഒന്നുമില്ല. നമുക്ക് അവിടെ തൗബയും ചെയ്ത് കടന്നാൽ പോരെ. അപ്പോ ചോദിച്ചു. അപ്പൊ അല്ലാഹു തആലയോട് ചോദിക്കുന്നുണ്ട്, പടച്ചോനെ ഇപ്പൊ ഇതെന്തൊരു അത്ഭുതമാണ്. അപ്പൊ അല്ലാഹു തആല അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തിയ കാര്യം ഓർക്കണം നമ്മൾ. അല്ലാഹു തആല അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഓ ഈസാ, ഈ മനുഷ്യൻ മുഅ്മിനായ മനുഷ്യനാണ്, നല്ല ഈമാനുള്ള ആളാണ്. പക്ഷെ ജീവിതത്തിൽ കുറച്ച് പാളിച്ചകളൊക്കെ പറ്റിപ്പോയി. അതിന് തൗബ ചെയ്യാൻ അവസരം കിട്ടാതെ മരണപ്പെട്ടു. അങ്ങനെ ആൾ മരണപ്പെട്ടപ്പോൾ അയാളെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾക്കുള്ള ശിക്ഷ ഖബറിൽ അനുഭവിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുക, അങ്ങോട്ട് പോകുമ്പോൾ കണ്ടത്. അപ്പൊ ഇങ്ങോട്ട് വരും, ഇപ്പൊ എന്തേ മാറ്റം വന്നത് പടച്ചോനെ? അപ്പൊ അല്ലാഹു തആല പറയുകയാണ്, ഓ ഈസാ, നിങ്ങൾ കേട്ടു നോക്കൂ. ഇയാൾ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ്. ഗർഭിണിയായ ആ പെണ്ണ്, ഭർത്താവ് മരിച്ചു. പക്ഷേ ആ ഗർഭം കാത്തു സൂക്ഷിച്ച് 10 മാസം കഴിഞ്ഞ് പ്രസവിച്ചു. ആ ഒരു നല്ലൊരു ആൺകുട്ടി. ആ ആൺകുട്ടി ആ ഉമ്മ പോറ്റി വളർത്തി. ആ ഉമ്മ എപ്പോഴും അള്ളാഹിനോട് പറയും, പടച്ചവനെ, ഈ ചോരപ്പൈതന്റെ വാപ്പ കുട്ടിനെ കണ്ടിട്ടില്ല, കുട്ടി വാപ്പാനെ കണ്ടിട്ടില്ല, എനിക്കും ഇവന്റെ വാപ്പാക്കും ഈ ഒരു കുട്ടി മാത്രമല്ലേ ഉള്ളൂ, എൻ്റെ കുട്ടിനെ നന്നാക്കി തരണേ. അള്ളാഹിനോട് എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കും. ആ കുട്ടിക്ക് ഇപ്പോൾ 5-6 വയസ്സായി. ആ കുട്ടിയെ ഉമ്മ കൊണ്ടുപോയിട്ട് ഒരു മുഅല്ലിമിനെ ഏൽപ്പിച്ചു കൊടുത്തു, ഒരു ഉസ്താദിനെ. ഓ ഈസാ, നിങ്ങൾ കേട്ടോ, ആ ഉസ്താദ് ആ കുട്ടിക്ക് ഓതിക്കൊടുക്കുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉസ്താദ് ഓതിക്കൊടുക്കുന്നു, കുട്ടി ഓതുന്നു, ബിസ്മില്ലാഹി അർ റഹ്മാനി അർ റഹീമി
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുട്ടി എന്താണ് ഓതുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണക്കടലായ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണാവാരിധിയായ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ദയാലുവായ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വിട്ടുവീഴ്ച ചെയ്യുന്നവനായ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്ന അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതിങ്ങനെ കുട്ടി ഭൂമിന്റെ മുകളിൽ ഓതിക്കൊണ്ടിരിക്കുക. ഓന്റെ വാപ്പാനെ ഞാൻ താഴെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു തആല ഈസാ നബിയോട് പറയുമ്പോൾ ഇന്നിസ്തഹിയൈതു മിൻ അബ്ദി അൻ ഉഅദ്ദിബഹു ഫീ ബത്നിൽ അർളി വവലദുഹു യദ്കുറു ഇസ്മി ഫീ ലഹരിഹാ. ഓ ഈസാ, നിങ്ങളൊന്ന് ഓർത്തു നോക്കി, എട്ടും പൊട്ടും തിരിയാത്ത ചോര പൈതലാകുന്ന ഈ 6 വയസ്സുകാരൻ ചെറിയ കുട്ടി, ആ കുട്ടി ഇങ്ങനെ ഓതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണക്കടലായ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണാവാരിധിയായ അല്ലാഹ്. അതിങ്ങനെ ആ കുട്ടി ഓതാ. ഓൻ്റെ വാപ്പാനെ ഞാൻ ഇവിടെ ശിക്ഷിക്കുകയും ചെയ്യാം. ഇത് രണ്ടും കൂടി എൻ്റെ റഹ്മത്തിന് ചേർന്നതല്ല. അതുകൊണ്ട് കുട്ടി ബിസ്മില്ലാഹി ഓതിയതിൻ്റെ ഫലമായി വാപ്പാൻ്റെ ദോഷം ഞാൻ പുറത്തു കൊടുത്തു. അതാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. വിശുദ്ധ ഖുർആന്റെ ഒരായത്ത് നമുക്ക് ഉറപ്പുണ്ടായാൽ മതി. വിശുദ്ധ ഖുർആന്റെ ഒരായത്ത് നമുക്ക് പിടുത്തണ്ടായാൽ മതി. അതുകൊണ്ട് മുത്തു മുഅ്മിനുകളെ 114 സൂറത്തുകളുണ്ട്. ഒരു ഖുൽ ഹുവല്ലാഹുവിന്റെ ഒപ്പം നിൽക്കുക, ഒരു സൂറത്തുൽ ഫാത്തിഹന്റെ ഒപ്പം നിൽക്കുക. അള്ളാഹുവിന്റെ ഖുർആന്റെ രാജവചനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുടിക്കുമ്പോഴും ബിസ്മില്ല, തിന്നുമ്പോഴും ബിസ്മില്ല, ഏതിനും ബിസ്മില്ല. എന്താണത്? അലൈഹാ തിസ്അത അശർ. നരകത്തിന്റെ പാറാവുകാര് 19ആണ്. ബിസ്മില്ലാഹിന്റെ ഹർഫ് 19ആണ്. ഈ 19 കൊണ്ട് ആ 19നെ കാത്തോ. അപ്പൊ നമ്മളൊക്കെ ജീവിതത്തിൽ സൂറത്തുൽ അഅ്ളം, സൂറത്തുൽ കാഫിയ, സൂറത്തുൽ ഷാഫിയ, സൂറത്തു സ്വല, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് 20ഓളം പേരുകളെ കൊണ്ട് പ്രസിദ്ധമായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ അഅ്ളം, സൂറത്തു സ്വല, സൂറത്തുൽ ഫാത്തിഹ, ഫാത്തിഹത്തുൽ കിതാബ്, സൂറത്തു സ്വല, സൂറത്തു ദുആ, സൂറത്തു സുആൽ, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് എല്ലാറ്റിനും മതിയായത്, എല്ലാറ്റിനും തികഞ്ഞത്, എവിടേക്കും വെക്കാൻ പറ്റിയത്, ഏത് വിഷയത്തിനും പരിഹാരമായത്, ഇങ്ങനെയൊക്കെ അർത്ഥമുള്ള ഫാത്തിഹയെ നമ്മൾ മുറുകെ പിടിക്കാം. ഒറ്റക്ക് കബറിൽ കിടക്കുമ്പോൾ ഫാത്തിഹന്റെ ഒരു സഹായം പ്രതീക്ഷിക്കാം. ആഖിറത്തിൽ നിൽക്കുമ്പോൾ ഫാത്തിഹന്റെ ഒരു സഹായം പ്രതീക്ഷിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുറുകെ പിടിക്കുക. എത്ര ബിസ്മി, എത്ര ബിസ്മി, എത്ര ബിസ്മി, എത്ര ബിസ്മി. 786 ബിസ്മി ഓത ദ്വാരക്ക, 786 ബിസ്മി ഓത ദ്വാരക്ക, 786 ബിസ്മി ഓത ദ്വാരക്ക. ദുനിയാവും ആഖിറവും അങ്ങനെ. മക്കളില്ലാത്ത ദമ്പതികൾ രണ്ടാളും ഒന്നു കൊടുത്തു, രണ്ടാളും 786 ബിസ്മി ചൊല്ലി അള്ളാഹിനോട് ദ്വാർന്നു. 2 മക്കളായി. അൽഹംദുലില്ലാഹ്. ദുനിയാവിലേക്കും ബിസ്മില്ല, ആഖിറത്തിലേക്കും ബിസ്മില്ല. ഒരായത്തോ ഒരു സൂറത്തോ നമുക്കൊരു കാവല് വേണ്ടേ? അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് ചോദിച്ചത് ആവർത്തിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമുക്ക് ഖുർആനിലെ ഒരായത്തോ ഒരു സൂറത്തോ ഒരു തണിയുണ്ടോ, ഒരു പ്രതീക്ഷയുണ്ടോ? ഉണ്ടാകണം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ വരുന്നതിന് മുമ്പ് അല്പം ചില കാര്യങ്ങൾ സംസാരിക്കാൻ തങ്ങളവറുകൾ എത്തിയിട്ടുണ്ട്. ഞാൻ പിന്നെ എത്തിക്കൊണ്ടിരിക്കണത് ഒരു വെപ്പും എത്താതെ പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അവസരങ്ങൾ കിട്ടുമ്പോൾ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ഏതായാലും നമ്മുടെ മമ്പീരി അഹ്സനി ഉസ്താദിൻ്റെ ഈ സഅയ് വല്ലാത്ത ഒരു സഅയാണ്. അല്ലാഹുവേ നീ നല്ല ഖൈറ് കൊണ്ട് തൗഫീഖ് വർദ്ധിപ്പിക്കണേ അല്ലാ.